കത്രീന വട്ടപ്പറമ്പിൽ, തുമ്മിക്കുഞ്ഞ്, ക്ലീറ്റസ്. നമ്മുടെ ഊഹം തെറ്റിയിട്ടില്ല. ബോംബെക്ക് ഓർഡർ അയക്കുന്നത് ഈപ്പൻ. പക്ഷേ സ്വർണം വരുന്നത് വൃദ്ധസദനത്തിലെ അംഗങ്ങളുടെ പേരിൽ. കസ്റ്റംസോ പോലീസോ പിടിച്ചാ കുടുങ്ങുന്നത് ആ പാവങ്ങളായിരിക്കും. പിടിക്കാറില്ലല്ലോ. അതിനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടാണ് ഈപ്പൻ കളിക്കുന്നത്. ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ ബേബിച്ചായ. ഈപ്പന്റെ കള്ളക്കളികൾ വൃദ്ധമന്ദിരത്തിലെ അംഗങ്ങൾ അറിയില്ലേ? അവരറിഞ്ഞോളൊന്നുമില്ല. ബില്ലുമായിട്ട് വരുന്നത് ഈപ്പന്റെ ആൾക്കാരാ. പത്മനാഭനാചാരി മെന്റൽ കേസാ. എന്താ നടക്കുന്നെന്ന് പോലും അയാൾക്കറിയില്ല. ഈപ്പനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യത്തെ ഒറ്റ. കസ്റ്റംസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല അയാൾ ഈ പ്രസ്ഥാനം നടത്തുന്നത്. കേരളത്തിലൊട്ടാകെ 8 സ്വർണ്ണക്കടകളാണ് ഈപ്പനുള്ളത്. പക്ഷെ ഒരു 200 കടകൾക്ക് വേണ്ടുന്ന സ്വർണം ഇതിനകം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ബോംബെന്ന്. അതായത് മറ്റ് കടകൾക്ക് വേണ്ടുന്ന സ്വർണം കൂടെ ഈപ്പന്റെ ഇടപാടല്ല നടക്കുന്നത്. അയാളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്ന പണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. പക്ഷേ ഇത്രയേറെ കള്ളപ്പണം കയ്യിലുള്ള ഒരാൾ എന്ത് ധൈര്യത്തിലാണ് കള്ളസ്വർണം വാങ്ങാൻ സ്വന്തം ചെക്ക് കൊടുക്കുന്നത്? അതിന് മാത്രം വൈറ്റ് മണി ഈപ്പന്റെ കയ്യിലുണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെങ്ങനെ? അനാഥ മന്ദിരങ്ങൾക്ക് വിദേശ സഹായം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന് മതത്തിന്റെ പിൻബലം വേണോടാവേ. കോർപ്പസ് ക്രിസ്റ്റി ഈപ്പന്റെ സ്വന്തമല്ലേ? ഞങ്ങളുടെ ഒരു സീനിയർ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറാണ്. പേര് നാരായണൻകുട്ടി. ഏത് ബ്രാഞ്ച്? ഈപ്പച്ചൻ ചെക്ക് കൊടുക്കുന്ന ബ്രാഞ്ച് പാലക്കാട് മെയിൻ. ഈ നാരായണൻകുട്ടി ആളെങ്ങനെ? 24 hours തന്നെയാ സാറേ. ഫുൾ ടൈം വെള്ളം. ഈ ഞാൻ എത്ര വെള്ളം ഒഴിച്ചാലും കമ്പ്യൂട്ടർ വഴിയുടെ കാര്യത്തിൽ നാരായണൻകുട്ടി കിടിലനാണെന്ന് അയ്യമാര് പറയുന്നത്. നല്ല ഓർമ്മശക്തിയാണല്ലേ, മെമ്മറി പവർ. അതുകൊണ്ടത് കാര്യം സാറേ. ബാങ്ക് ജോലിക്കാരനായിട്ടും എനിക്ക് പെണ്ണ് കിട്ടാത്തതിന് കാരണം ഈ വെള്ളോടി എന്ന ഫാദർ പറയുന്നത്. അത് ചുമ്മാതെ. നല്ല നല്ല അമ്മായിയപ്പന്മാരുടെ കൈ കിട്ടിയ നാരായണൻകുട്ടി അവർ വെറുതെ വിടുവോ? ഞാൻ നാരായണൻകുട്ടി ഫാദറോട്ട് സംസാരിക്കട്ടെ. അതുകൊണ്ടെന്ത് കാര്യം സാറേ. ഫുൾ ടൈം വെള്ള, 24 മണിക്കൂർ തണ്ണി. ആരെ? ഫാദർ. ഓ, അപ്പൊ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണല്ലേ? അപ്പൂപ്പന്റെ അപ്പൂപ്പനും കുടിക്കും. ഓ, അപ്പൊ തണ്ണീൽ ഫാമിലി ആണല്ലേ? ഇവനിന്ന് എന്റെ ചവിട്ടുകൊണ്ട് ചാവും. നാരായണൻകുട്ടി കേട്ടോ, ഞങ്ങളുടെ ബേബി സാറിന് ഒരു കാര്യം അറിയണം. ഞങ്ങൾ നാരായണൻകുട്ടിയുടെ മെമ്മറി പവറിനെ കുറിച്ച് ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നാറ്റിക്കരുത്. മെമ്മറി പവറിന്റെ കാര്യത്തിൽ നാരായണൻകുട്ടി ഒരു ഉസ്താദാ സാറേ. എന്തുവേണമെങ്കിലും ചോദിച്ചോ. അർജന്റീനയുടെ മുഖ്യമന്ത്രി, സ്വീഡന്റെ പ്രസിഡന്റ്, ആദ്യമായി നോബൽ സമ്മാനം നേടിയ മംഗോളിയൻ സാഹിത്യകാരന്റെ പേര്, എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പെടച്ചു കയറിയ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ചോദിച്ചോ സാറേ. പോരട്ടെ. പിടിച്ചു നിൽക്കാൻ കരുത്ത് തരണേ കർത്താവേ. എനിക്കറിയേണ്ടത് അതല്ല നാരായണൻകുട്ടി. എനിക്കൊരാൾ ഇച്ചിരി കാശ് തരാനുണ്ട്. അയാളുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലാണ്. നാളെ ആദ്യം എനിക്കൊരു ചെക്ക് തരും. അയാളുടെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് ബാലൻസ് ഉണ്ടോന്ന് അറിയാനാ. ഇട്ടി ഈപ്പൻ. ഈപ്പൻ കുണ്ടുകുഴി, മലയിൽ ഈപ്പൻ. പേരങ്ങനെയൊക്കെ ആകാം. അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അങ്ങനെ വരും. ഈപ്പൻ എന്ന പേരിൽ ഞങ്ങളുടെ ബാങ്കിൽ ഒരു അക്കൗണ്ടേ ഇല്ല. ഒരു മിനിറ്റ്. എന്തോ നാടാ ഇവൻ. യൂസ്ലെസ്. 24 hours തണ്ണി. ബേബിച്ചായ ഇവനിപ്പോ പറഞ്ഞ 100% വിശ്വസിക്കണ്ട. ഞങ്ങൾ ഒന്നുകൂടെ പിഴിയാൻ ശ്രമിക്കട്ടെ. അവനെ പിഴിയാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ബാങ്കിന്റെ പാലക്കാട് ബ്രാഞ്ചിന്റെ കമ്പ്യൂട്ടറൈസേഷൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ നാരായണൻകുട്ടിയാണ് ബാങ്കിന്റെ മുറിമുക്കൻ രാജാവ് കമ്പ്യൂട്ടറിന്റെ. അതങ്ങനെ തന്നെയാണ്. അതൊക്കെ എനിക്ക് കമ്പ്യൂട്ടറിന്റെ വലിയ ഇടപാടെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ജന്മസിദ്ധമായ ഗുരുട്ടി ബുദ്ധി വെച്ച് ചോദിക്കുക. ഇവന്റെ എന്തെങ്കിലും സീക്രട്ട് നമ്പേഴ്സോ വെബ് അഡ്രസ്സോ കിട്ടിയാൽ പുറത്തൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ബാങ്കിന്റെ നെറ്റ്വർക്കിനകത്ത് കടന്നുകൂടാൻ പറ്റുമോ? സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. ബാങ്കിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ്ഡ് ആയിരിക്കും. സാധാരണ നിലയല്ലല്ലോ ഇപ്പോൾ. ബാങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ നടക്കുന്നതേ ഉള്ളൂ. നെറ്റ്വർക്ക് ക്ലോസ് ആണെന്ന് എന്താ ഉറപ്പ്? മിക്കവാറും ഓപ്പൺ ആയിരിക്കും. അങ്ങോട്ട് കയറാനുള്ള എന്തെങ്കിലും ക്ലൂ ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടുമോ നോക്കടാ ഫൂൾ. നാരായണൻകുട്ടി പറഞ്ഞത് സത്യമാണ് ബേബിച്ചായ. ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ ഈപ്പൻ എന്നൊരാൾക്ക് അക്കൗണ്ട് ഇല്ല. മലയിൽ ജ്വല്ലേഴ്സിനും ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കോടികളുടെ ചെക്കുകളാ ഈപ്പൻ പലപ്പോഴായിട്ട് സത്താറാം സാവരിക്ക് കൈമാറിയിട്ടുള്ളത്. സാക്കർ എന്നോട് കള്ളം പറയില്ല. അവന്റെ ഇൻഫർമേഷനും തെറ്റാൻ വഴിയില്ല. ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ പാലക്കാട് ബ്രാഞ്ചിൽ കോടികളുടെ ഇടപാട് നടത്തുന്ന ഒരൊറ്റ SB അക്കൗണ്ട് ഹോൾഡറേ ഉള്ളൂ. അത് പക്ഷേ ഈപ്പച്ചനല്ല. ഇറ്റ് ഈസ് സാമുൽ ജോൺ. സാമുൽ ജോൺ? ഇയാൾ ആരാ? സാമുൽ ജോൺ, പുത്തൻതോപ്പിൽ ബംഗ്ലാവ്, നിയർ സെന്റ് മേരീസ് ചർച്ച്, മണർക്കാട്, കോട്ടയം.
കോട്ടയംകാരൻ എന്നത്തിനായി ഇവിടെ പാലക്കാട്ട് വന്ന് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്? ഇവിടെ ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടെന്ന് നോക്കി. ഇല്ല. ഇത് വളരെ പഴയൊരു അക്കൗണ്ടാണ്. സാമുവൽ ജോൺ നല്ല പ്രായമായി. ഡേറ്റ് ഓഫ് ബർത്ത് 20th November 1925. അതായത് കക്ഷിക്ക് വയസ്സ് 80. അയാളുടെ അക്കൗണ്ടിലെ ഇടപാടുകൾ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ബേബിച്ചായോ, ഈ കക്ഷി ഈപ്പന്റെ ആള് തന്നെ. അതായത് ഈപ്പം കൊടുത്ത ചെക്കുകൾ അയാളുടേതല്ല, ഈ സാമുവൽ ജോണിൻ്റെതാ. കാര്യങ്ങൾ ഒരു അന്തം വിട്ട രീതിയിൽ പോവാണല്ലോ ബേബിച്ചായ. നോ, കാര്യങ്ങൾ ഈസിയാണ് ബാലു. 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന്, ഈപ്പൻ സാമുവൽ ജോണിന്റെ ബിനാമി ആയിരിക്കാം. പക്ഷേ കോടീശ്വരനായ ഈപ്പൻ മറ്റൊരാളുടെ ബിനാമിയാകേണ്ട കാര്യം എന്ത്? സാമുവൽ ജോൺ ഈപ്പന്റെ പാർട്ട്ണർ ആയിരിക്കാം, എ സൈലന്റ് പാർട്ട്ണർ. ഈപ്പൻ ധാരാളിത്തം കാണിക്കാൻ മാത്രം കോടികളുടെ വൈറ്റ് മണി ബാങ്കിലുള്ള ധനാഢ്യനായ ഒരു കോട്ടയം പ്ലാന്റർ. സോ ട്രേസ് ഹിം. അയാളെ ട്രേസ് ചെയ്തിട്ട് എന്തിനാ ചായ? ഈപ്പന്റെ സമ്പാദ്യങ്ങൾ എവിടെ നിന്നാണെന്നല്ലേ നമുക്കറിയേണ്ടത്. ഈപ്പന്റെ സമ്പാദ്യമാണല്ലോ ഈ സാമുവൽ ജോൺ. മനസ്സിലായില്ലേ? എനിക്കും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ചില ഊഹാപോഹങ്ങൾ, പോസിബിലിറ്റീസ് ഉള്ള ചില ഇമ്പോസിബിലിറ്റീസ്. ലെറ്റ് us try. കോട്ടയം വരെ ഒന്നും പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. സാമുവൽ ജോൺ, പുത്തൻതോപ്പിൽ ബംഗ്ലാവ്. അങ്ങനെ ഒരാൾ ഈ മണർകാട് കരയിലേ ഇല്ല. അങ്ങനെ ഒരു വീട്ടുപേരും ഇല്ല. ഈ സാമുവൽ അച്ചായൻ ഇച്ചിരി പ്രായമുള്ള ആളാ. ഒരു 80 വയസ്സ് വരും. ഇല്ലെന്ന്. കഴിഞ്ഞ 16 കൊല്ലമായിട്ട് മണർകാട് പള്ളി കമ്മിറ്റിയിൽ ഈ ഞാനുണ്ട്. എനിക്കറിയാമേത്ത ഏത് സാമുവല് ഏത് ജോണ്. മണർകാട് പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ യാക്കോവക്കാരാ. ഞാൻ അന്വേഷിക്കുന്ന സാമുവൽ ജോൺ ഒരു പക്ഷേ കത്തോലിക്കനോ ഓർത്തഡോക്സോ മാർത്തോമയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ? എടാ കൊച്ചനെ, എനിക്ക് യാക്കോവാക്കാരെ മാത്രമല്ല ഈ കരയിലുള്ള സകലരേ പറയും. മണർകാട്, അരിപ്പറമ്പ്, മാലം, ഈ 3 റേഷൻ കടകൾ കഴിഞ്ഞ 32 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നവനാ ഈ കുഞ്ഞേപ്പ്. ഓഹോ, അപ്പൊ ഒരുപാട് റേഷൻ മണ്ണെണ്ണയും ഗോതമ്പും മറിച്ചു വിറ്റ കൈയാണല്ലോ കുഞ്ഞേപ്പി ചേട്ടാ ഇത്. സാറ് സിവിൽ സപ്ലൈസിന്റെ വിജിലൻസിന്നാണ്. ഇവിടത്തെ കട്ടിയും ത്രാസും ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? ഒരുമാതിരിയൊക്കെ. സാറുമാർക്ക് ചായ പറയട്ടോ? ചായ ലാസ്റ്റ് മതി. ഓ. നല്ല ബീഫ് കിട്ടുമെങ്കിൽ ഒരു 3 പൊറോട്ട പറയട്ടെ ചൂടെ. ഓ. നല്ല നാടൻ ഏത്തപ്പഴം കിട്ടും. പഴമോ പുഴുങ്ങിയതോ? 2 എണ്ണം പുഴുങ്ങിയത്. ഓ. പുഴുങ്ങാത്ത ഒരു 2 ഡസൻ പൊതിഞ്ഞെടുത്തു. അങ്കമണിക്ക് വലിയ ഇഷ്ടമാണ് നാടൻ ഏത്തപ്പഴം. സാമുവൽ ജോണിനെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടും ഈ ബേബിച്ചായൻ എന്താ ഇത്ര ഹാപ്പി മൂഡിൽ എന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അതെ, അയാൾ ഇനി എവിടെ പോയി തപ്പാനാ? അയാളെ എങ്ങും തപ്പിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാളില്ല. ഇത് ഞാൻ നേരത്തെ ഊഹിച്ചതാ. സാമുവൽ ജോൺ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും ഈപ്പന്റെ കുബുദ്ധിയിൽ മാത്രമാണ്. പിന്നെ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ റെക്കോർഡുകളിലും. യഥാർത്ഥത്തിൽ സാമുവൽ ജോൺ എന്നൊരാളില്ല. ഇല്ലാത്തൊരാളുടെ പേരിൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട്, കോടികളുടെ നിക്ഷേപം. നിക്ഷേപിക്കുന്നതും തിരികെടുക്കുന്നതും ഈപ്പൻ മാത്രം. ഇതൊക്കെ ബേബിച്ചാന്റെ ഊഹാപോഹങ്ങളല്ലേ? അതെ, ഒരു തെളിവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഊഹാപോഹമല്ല, പ്രൂവ്ഡ് ഫാക്ട്, നിജം. എന്താ തെളിവ്? സാമുവൽ ജോൺ ബോംബെയിലെ സത്താറാം സവേരിക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്, അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈപ്പൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ്സ് ഓൾ. ജാക്കിർ അലിക്ക് ജോലിയായി. അധിക അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുത്തന്റെ ഒപ്പായത്. അതായത് നിരക്ഷരകുക്ഷിയായ ഒരു കോടീശ്വരനാണ് സാമുവൽ ജോൺ. അത് ഈപ്പൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയേ വേണ്ടൂ. ഈപ്പൻ ഒപ്പിട്ട പഴയൊരു വൗച്ചറ, അതായത് സ്പിന്നിംഗ് മില്ലിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. ഇത് തന്നെ ധാരാളം. Yes, both are exactly same. Congratulations, bhai. അമ്പടാ, അപ്പൊ സാമുവൽ ജോണിന് വേണ്ടി ഒപ്പിടുന്നത് ഈപ്പൻ മുതലാളി തന്നെ. സാമുവൽ ജോൺ എന്നൊരാൾ ഇല്ല മീനു. വൺ ആൻഡ് ഓൺലി ഈപ്പൻ. ഇൻകം ടാക്സ് വരെ പഠിക്കണ്ട, വെൽത്ത് ടാക്സ് വരെ പഠിക്കണ്ട, ഇടപാടുകാരന്റെ സോഴ്സ് അന്വേഷിക്കാത്തതുകൊണ്ട് ബാങ്ക് കാര്യം പഠിക്കണ്ട. ഈപ്പന്റെ നിരക്ഷര ബുദ്ധി തെളിഞ്ഞതാണെങ്കിലും ഒന്നാം തരം കുശാഗ്ര ബുദ്ധി. ബ്ലാക്ക് മണി സൂക്ഷിക്കാൻ ഇല്ലാത്തൊരാളുടെ പേരിൽ അക്കൗണ്ട്. ഇല്ലാത്തൊരാളുടെ പേരിൽ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങും? അതിന് ബാങ്കർ സമ്മതിക്കോ? നേരാണല്ലോ. ഇപ്പോ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കടമ്പ കടക്കണം. തിരിച്ചറിയൽ കാർഡ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആള്, ഫോട്ടോ. അതൊക്കെ ഇപ്പോഴല്ലേ മീനു, പണ്ട് ഇത് വല്ലതും വേണോ അല്ലേപ്പാ? എവിടുന്ന് വഴിയെ പോകുന്നവനെ ഓടിച്ചിട്ട് പിടിച്ച് അക്കൗണ്ട് ചേർക്കും. എന്റെ ബേബി, എടാ പണ്ട് ഈ മാനേജർ ഇല്ലായിരുന്നു, ഏജന്റാ. So, bhai, what's next?
മലയിൽ സ്പിന്നിങ് മിൽസ് ഈപ്പം വിൽക്കാൻ പോവുക. പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും പരസ്യം ഉണ്ടായിരുന്നു. പരസ്യം ഞാനും കണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാര്യം എന്തോന്നാ, മില്ലി ലാഭത്തിലാണല്ലോ. ഈപ്പനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമാണ് ഈസി, മോർ പ്രോഫിറ്റബിൾ. മക്കൾക്കും അതാ താല്പര്യം. പക്ഷേ നമുക്ക് വേണ്ടത് ആ സ്പിന്നിങ് മില്ല. സാക്കിർ, നീ ഈപ്പനെ ചെന്ന് കാണണം. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പരസ്യം കണ്ടു വന്നൊരു ബിസിനസ്സുകാരൻ. മറ്റാരും ഓഫർ ചെയ്യുന്നതിനേക്കാളും 1-2 ലക്ഷം കൂടുതൽ ഓഫർ ചെയ്തോളൂ. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, എനിക്ക് വേണ്ടി നീ ആ മില്ല് വാങ്ങണം. എനിക്ക് വേണ്ടിയില്ല, ദാ ഇവർക്ക് വേണ്ടി. ഇവരാണ് യഥാർത്ഥത്തിൽ മലയിൽ സ്പിന്നിങ് മിൽസിന്റെ ഓണേഴ്സ്, അല്ലേപ്പാ? തീർച്ചയായും. അയ്യോ, അതിന് കോടിക്കണക്കിന് രൂപ വേണ്ടേ മോനെ? ഇത്രയും കാശ് എവിടുന്നാ? അതൊക്കെ നമ്മൾ ഉണ്ടാക്കുവാ അമ്മച്ചി. യു ക്യാരി ഓൺ. ലക്ഷമുണ്ട്. ഓൺലി എ ടോക്കൺ അഡ്വാൻസ്. ബാക്കി പേയ്മെന്റ് നാളെ. നാളെ? അറ്റ് വാട്ട് ടൈം? ബാങ്ക് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ്, ബിഫോർ 2 o'clock. രാമു, നീ വലിയ ഗ്രാഫിക് ഡിസൈനർ അല്ലേ? എനിക്ക് 1-2 ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വേണം, ഒറിജിനലിനെ വെല്ലുന്നത്. എന്തൊക്കെയാ? പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, കരം കെട്ടിയ രശീതി. ആരുടെ പാസ്പോർട്ട്? സാമുവൽ ജോണിന്റെ. അച്ചായന് വയസ്സായി. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇപ്പൊ പഴയതുപോലെ പലിശയൊന്നുമില്ല. അതുകൊണ്ട് സാമുവൽ അച്ചായൻ തന്റെ പേരിലുള്ള ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലെ അക്കൗണ്ട് പിൻവലിക്കുന്നു. ആടപടല. ഗുഡ് മോർണിംഗ് സർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? എനിക്ക് നിങ്ങളുടെ മാനേരെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ മാനേജറെ കാണാൻ ബുദ്ധിമുട്ടാവും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മാനേജരല്ല, ചെയർമാൻ സെൻഗുപ്ത വന്ന് തൊഴുതു നിൽക്കും. റൂബി, യെസ് സർ. ഇൻട്രൊഡ്യൂസ് മീ. He is Mr. Samuel John Puthentopil Bangalore from Manarkad, Kottayam. സാമുവൽ ജോൺ, SP അക്കൗണ്ട് നമ്പർ 3. You said it. ക്ഷമിക്കണം സർ. പ്ലീസ് സിറ്റ് ഡൗൺ. മാഡം പ്ലീസ് 1 minute സർ. ജസ്റ്റ് 1 minute. ഐ ആം രാംകുമാർ, ബ്രാഞ്ച് മാനേജർ സർ. പേരിലൊന്നും വലിയ കാര്യമില്ല, സർവീസാണ് പ്രധാനം. ഐ ആം അറ്റ് യുവർ സർവീസ് സർ. Then you prove it, man. പ്ലീസ് കം. പ്ലീസ്. സാമുവൽ സാറ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിപ്പോസിറ്ററാണ്. അതുകൊണ്ട് സ്റ്റാഫിനൊക്കെ ആളെ കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനൊരു കാഴ്ച വസ്തുവല്ല. It's very hot. Take your seat. നിങ്ങളുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററായ സാമുവൽ ജോൺ ഞാൻ തന്നെയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? താനെന്നല്ല, തനിക്ക് മുമ്പുണ്ടായിരുന്ന മാനേജർമാര് പോലും എന്നെ അറിയത്തില്ല. ഞങ്ങളെ ഡെപ്പോസിറ്റിൽ ചേർത്തത് അന്നത്തെ ബാങ്ക് ചെയർമാനായിരുന്ന സമ്മർ ഗംഗോലി. അതും നമ്മുടെ ഹൗസിൽ വന്നാ ചേർത്തത്. That was in 1965. അന്ന് എനിക്ക് പാലക്കാട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കാപ്പിയുടെ. റൂബിയെ, Yes, sir. അതൊക്കെ ഒന്നെടുത്ത് കാണിച്ചു കൊടുത്താട്ടെ. ഇത് സാറിന്റെ പാസ്പോർട്ട്, റേഷൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്. ഇത് സാറിന്റെ റോട്ടറി ക്ലബ് കാർഡ്. ബുഷ് നമ്മുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചപ്പോ എടുത്ത ഫോട്ടോ അങ്ങ് എടുത്ത് കാണിക്കണി വേണേ. ഏത് ബുഷ്? അമേരിക്കയിലെ രാജീവ് ഗാന്ധി. സാറിനെ പോലൊരാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കടമാണ്. സങ്കടപ്പെടണ്ട. യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. ഞാനിവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഭാര്യ ചേച്ചക്കുഞ്ഞ്. ഹായ്. പൂച്ചക്കുഞ്ഞല്ല, ചേച്ചക്കുഞ്ഞ്. ഇതെന്റെ സെക്രട്ടറി റൂബിക്കുഞ്ഞ്. തൊടാതെ സംസാരിച്ചോടാ മനുഷ്യ. എന്റെ കണ്ണ് തെറ്റിയ
ഇതിയാന്റെ കൈ സെക്രട്ടറിയുടെ ദേഹത്താ. ബിഹേവ് യുവർ സെൽഫ് ചേച്ചേ. ആ മാനേരെ, എനിക്കൊരു ചെക്ക് ലീഫ് വേണം. ഒരു ചെക്ക് ലീഫ് ഇങ്ങ് കൊണ്ടുവരും. ഞങ്ങളുടെ പിള്ളേരെല്ലാം അങ്ങ് USA അവന്മാർക്കൊന്നും മടങ്ങി വരാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോവുക. ഇവിടെ ഇതിന് മാത്രം പണം കുന്നുകൂട്ടിയിട്ട് എന്നെ എടുക്കാനാ? അത് വല്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ മേലായോ? ആ ചെക്കിങ് തന്നെ. പേന വെല്ലിപ്പിച്ചോ ഉപ്പിടട്ടോ. നീ ധൈര്യമായിട്ട് ഉപ്പിടാ കൊച്ചുബേബി. കള്ള ഉപ്പിന്റെ ആശാനായിരുന്ന അറക്കളം പീലിയുടെ കൊച്ചുമോനാ നീ. എങ്ങനെയുണ്ട് എന്റെ ഒപ്പ്? കളകിയിട്ടുണ്ട് മോനെ. എത്ര രൂപയ്ക്ക് ചെക്ക് എഴുതണം വല്ലിപ്പച്ച? നീ ഒരു 9 കോടിക്ക് എഴുത്. പക്ഷെ ഫാക്ടറി മേടിക്കാൻ 5 കോടി മതിയല്ലോ. നീ എഴുതടാ ചേർക്ക. ബാക്കി കാശുകൊണ്ട് വേറെ ചില പുണ്യപ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്നാ പിന്നെ 10 തികച്ച് എഴുതട്ടെ. അവന്റെ അക്കൗണ്ട് അടപടലെ ക്ലോസ് ചെയ്യാം. ഏയ്, അത് പ്രാക്ക് കിട്ടുന്ന പണിയാവട്ടാ. പണ്ട് ഭണ്ഡാരക്കുറ്റി പൊളിക്കുമ്പോഴും ഞങ്ങള് ചില്ലറകൾ അവിടെ ഇട്ടേക്കും. അതാ അതിൻ്റെ ഒരു ശരി. മോഷണം സത്യമുള്ളൊരു തൊഴിലാ മോനെ. ഓക്കെ, റൈറ്റ്. റൂബി, സർ. 9 crores. സാർ, ഇത് യെസ്, 9 crores, 9 കോടി. സാർ, ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയർ. യെസ്, ഇറ്റ് ഈസ് റെയർ ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ഈ SB അക്കൗണ്ടിന്റെ സുഖം എന്ന് പറയുന്ന അതാ. 10 പൈസ മുതൽ എത്ര കോടി വേണേലും ഒറ്റ ചെക്ക് മതി. നിയമ തടസ്സം വല്ലതുണ്ടോ? നോ, നത്തിങ് സാർ. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇത്രയും വലിയ തുക ഒരു ബാങ്കിലും സൂക്ഷിച്ചു വെക്കാറില്ല. നിങ്ങൾക്ക് ചിലപ്പോ സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള മറ്റ് ബാങ്കുകളിൽ നിന്നുകൂടി പണം അറേഞ്ച് ചെയ്യേണ്ടി വരും. അതിന് നിയമ തടസ്സം വല്ലതുണ്ടോ? നോ സാർ. Then hurry up, man. നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇന്നലെ ഒന്ന് വിളിച്ച് പറയേണ്ടതായിരുന്നു. അതിന് രാവിലെ സർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കൈ മാറ്റടി അസത്തെ. സാർ, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓ, മാക്സിമം ഹാഫ് ആൻ അവർ. ഓ ഓ ഓ അയ്യോ, അവൻ പോലീസിനെ വിളിക്കാൻ പോയതാണോ? അവൻ റീജിയണൽ മാനേജരെ വിളിക്കും. ഏറിപ്പോയ സോണൽ മാനേജർ. ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജർക്ക് ചെയ്യണമല്ലയോ? അയാൾ ഈപ്പനെ വിളിച്ചാലോ? നിയമപരമായി സാമുവൽ ജോണിന്റെ അക്കൗണ്ടുമായിട്ട് ഈപ്പന് ബന്ധമൊന്നുമില്ല. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈപ്പൻ ആയതുകൊണ്ട് മാനേജരെ വിളിക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പാവോടാ പൊടിയാ. മീനു, let us wait and see. Yes, Regional Manager, Oriental Central Bank. What? 9 കോടിയോ? ഓക്കെ, ആസ് പെർ റൂൾ നമ്മൾ പണം കൊടുത്തേ പറ്റൂ. എന്നാലും ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ തുകയെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റയറസ്റ്റ് ഓഫ് എ റയർ ഇൻസിഡന്റ്. അയാളുടെ ഐഡന്റിഫിക്കേഷൻസ് കറക്റ്റ് ആണല്ലോ? ഫോർജറി അല്ലല്ലോ? പാസ്പോർട്ട് ഐഡന്റിഫിക്കേഷൻ കാർഡ്സ് എല്ലാം കറക്റ്റാണ് സാർ. എന്നാലും എനിക്കൊരു പേടി. സാറൊന്ന് ഇവിടെ വരെ വരണം. അബദ്ധം പറ്റിയ എൻ്റെ 7 ജന്മം കൊണ്ട് തിരുത്താൻ പറ്റില്ല സാർ. ഓക്കെ, ഞാൻ വരാം. താൻ ഏതായാലും SBIയിൽ വിളിച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യൂ. കൊടുക്കുന്നത് ഞാൻ വന്നിട്ട് മതി. എന്തായാലും ഈപ്പൻ മുതലാളി ഒന്ന് വിളിക്കാം. അങ്ങേരുടെ കക്ഷിയാണല്ലോ സാമുവൽ ജോൺ. ഹലോ, ഈപ്പൻ സാറല്ലേ? ഞാൻ മകനാണ്, പീറ്റർ. ഞാൻ തോമസ് മാത്യു, ഓറിയന്റൽ ബാങ്കിന്റെ റീജിയണൽ മാനേജറാണ്. അപ്പൻ കുളിക്കുകയാണ്. ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. അപ്പ ആ ഓറിയന്റൽ ബാങ്കിന് റീജിയണൽ മാനേജർ വിളിക്കുന്നു. ബാങ്ക് വരെ ഒന്ന് ചെല്ലണമെന്ന്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പനോടൊന്ന് ചെല്ലാൻ പറഞ്ഞു വേഗം. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. ആ സക്കീർ അലിയും അവന്റെ അപ്പനും കാത്തു നിന്ന് ബോറടിക്കണ്ട. കാശ് എന്താ വാങ്ങിച്ചോ, ഞാൻ വരാൻ കാത്തു നിൽക്കണ്ട. ഒപ്പിടാനുള്ള കടലാസുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാ ചെല്ല്. ഹലോ, ഈപ്പൻ ഹിയർ.
നോ, ഒരിക്കലും ഇല്ല. നോ ചാൻസ്. വന്നവരാരായാലും കള്ളനാണവൻ, പെരുങ്കള്ളൻ. അത് സാമുവൽ ജോൺ അല്ല. സാമുവൽ ജോൺ അല്ലേ? വേറൊന്നുമല്ല സാർ, കാലം വല്ലാത്തതാ. വന്നവൻ ആൾമാറാട്ടക്കാരനല്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ. സാമുവൽ അച്ചായനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടതാ. എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പീറ്ററേ, പീറ്ററേ. പൊടിയാ, പോലീസ്. ബേബിച്ചായ, നമുക്ക് മുങ്ങാം. ഏയ്, അത് നമ്മുടെ പണത്തിന് എസ്കോട്ട് വന്ന പോലീസല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കക്ഷി എവിടെ? മുറിക്കകത്തുണ്ട്, വരണം. എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം. പ്രഷറിന്റെ ആണോ ആവോ? പ്രായത്തിന്റെയാ. വയസ്സ് 19 ആയില്ലേ? 32. അത് കഴിഞ്ഞ മാസം. എന്താ ഇത്ര താമസം? ഇവരെന്ന് എണ്ണി പഠിക്കാണോ? എടി എന്നെ അങ്ങോട്ട് തള്ളാൻ ഇത് ചീമോട്ടയല്ല, പൂവായ 1000ന്റെ കെട്ട്. കണ്ടിട്ട് ഡീസന്റ് അല്ലേ? ഓവേ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് തോന്നുന്നു. ബാങ്കുകാർക്ക് സംശയം തോന്നി കാണും. ബേബിച്ച എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ജോൺ സാമുവൽ അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്തതേ ഇല്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല സാറേ. അങ്ങേരിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഓടി വന്ന് കണ്ടമാനം കാശ് വലിക്കുന്ന ടൈപ്പല്ല. ഇതേതോ തട്ടിപ്പുകാരനാ. കൊന്നു തള്ളും ഞാൻ അവനെ. മേലും കീഴും നോക്കാതെ പണിയെടുത്തുണ്ടാക്കിയ കാശാ. അതിങ്ങനെ കണ്ണി കണ്ടവൻ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സാർ തോക്ക്, കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കും. സർ പ്ലീസ്, വന്നത് തട്ടിപ്പേരാണെങ്കിലും നമുക്ക് വഴിയുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസാ? അതെന്തിനു പോലീസ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടല്ല, പിന്നെ കറൻസിക്ക് എസ്കോട്ട് വന്നതാ. പാർട്ടീസ് എവിടെ? അകത്തുണ്ട്. ഇപ്പ താൻ എന്താടോ ഇപ്പ ഒരുമാതിരി പൊന്ന് കളഞ്ഞുപോയ ജൂവലറിക്കാരന്റെ മാതിരി? തനിക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലേ ഡാർലിംഗ്? ഇയാൾക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ അതെ, അറിയാത്ത പിള്ളിക്ക് അറിയുമ്പോ ചൊറിയും. ഡാർലിംഗ്, തനിക്ക് എന്നാ പറ്റിയോടോ കോപ്പേ? നമ്മൾ ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നത് ഈ പനപ്പാപ്പന് തീരെ പിടിച്ചിട്ടില്ല സർ. ഈ പനപ്പാപ്പൻ നിന്റെ അമ്മ. ഈ പനത് എങ്ങനെ ഇഷ്ടപ്പെടും എന്റെ റൂബി? 40-40 കൊല്ലമായിട്ട് സ്വന്തം പോലെ കൊണ്ടു നടന്ന അക്കൗണ്ട് അല്ലയോ ഈപ്പച്ചോ? തക്കതായ ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ ആ അക്കൗണ്ട് പിൻവലിക്കുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. സത്യം പറഞ്ഞ ഈപ്പനെ അറിയിക്കാതെ കാര്യം നടത്തണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. ഈ മാനേജർ അതങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇവര് തന്നെ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. വന്നത് ഒറിജിനൽ സാമുവലാണോന്ന് അവർക്കൊരു സംശയം. ഇപ്പൊ സംശയം മാറിയേ. എന്നാ നിങ്ങളൊന്നും അങ്ങോട്ട് പോയാട്ടെ, ഞങ്ങൾക്കൊരല്പം സംസാരിക്കാനുണ്ട്. അവിടെ നിൽക്കടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താനിതെങ്ങോട്ട് പോവുകയാണോ? എത്ര നാളായടോ ഒന്ന് അടുത്ത് കണ്ടിട്ട്? എന്നെ ഒറ്റയാ തന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. എങ്ങനെ? സാമുവൽ ജോൺ തന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ വിളിച്ചു പോവും. 40 കൊല്ലത്തെ ഫോർജറിക്ക് മിനിമം 10 കൊല്ലം താനകത്ത. അതോ ഇവന്മാരെല്ലാം കൂടി അറിഞ്ഞിട്ടുള്ള കള്ളക്കളിയാണോ? ഇവർക്കൊന്നും അറിയില്ല. പറയണോ? വേണ്ട. ഇതെന്നതാ? അത് ടോർച്ചാട്ടാ. ഇത് ഞാൻ അന്ന് പ്രസന്റ് ചെയ്ത തോക്കല്ലയോ തന്റെ ഷഷ്ടി പൂർത്തിക്ക്? ഡാർലിംഗ്, സീ ദിസ് ഗൺ. ഓ ഗോഡ്.
അല്ല, നിങ്ങൾ പോയില്ലയോ? സംശയമൊക്കെ തീർന്നു അതോ തീർന്നില്ലയോ? ഈ കണ്ടീഷനിൽ ഇനി എന്നെ നോക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഗുഡ്, വേഗം ചെല്ല്. എന്നിട്ട് ആ പണം റെഡിയാക്ക്. ഞങ്ങൾക്ക് ഒരു അല്പം ധൃതിയുണ്ട്. പന്നി നായിന്റെ മോനെ. അല്ല, അറക്കളം പീലിയുടെ കൊച്ചുമോൻ, അറക്കളം ബേബി. എനിക്ക് തന്നോട് പഴയ കണക്ക് തീർക്കാനുണ്ട്. ഇതൊരു സാമ്പിൾ വെടിക്കട്ട എന്റെ പീലിച്ചായനെ കൊന്നതിന്. ബാക്കിയുള്ള ദൈവം തന്നോളൂ. ഈപ്പച്ച, എനിക്ക് തന്നെ മേല് നോക്കണമെന്നില്ല. പക്ഷേ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ പരമ്പര ഞാൻ കുളം തോണ്ടും. തെണ്ടി തിന്നാനുള്ള ആരോഗ്യം വിട്ടുതരും അപ്പനും മക്കൾക്കും. അത്ര മാത്രം. അനുസരിക്കുക. ഞാൻ പറയുന്നത് അക്ഷരം വിടാതെ അനുസരിക്കുക. അല്ലെങ്കിൽ മരിക്കുക ഓരോരുത്തരായി. അനുസരിക്കുന്നതല്ലേ എനിക്ക് നല്ലത്. തീർച്ചയായിട്ടും. ഹലോ, ഞാനാ ദീപു. ഓക്കെ 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 ഓക്കെ. ആരാടാ? ബേബി ചേനാ, അകത്തേക്ക് ചെല്ലാൻ. ബാലു. ആ ഇവരാരാ? ഇത് നമ്മുടെ പിള്ളേരാ. പിള്ളാരെന്ന് പറയുമ്പോ പരിമല കെട്ടിച്ച മൂത്ത പെങ്ങടെ മൂത്ത മകന്റെ മക്കളാ. ആ കുടുംബത്തിൽ കംപ്ലീറ്റ് അരട്ടകളാ. കണ്ടില്ലേ, മൂന്നെത്തിയിരിക്കുന്നു. പെങ്ങളെ താൻ അറിയും. ഉവ്വ്, എല്ലാവരും ഞാൻ അറിയും. ഇനി ഞാൻ ഓർമ്മയിൽ വെച്ചോളാം. അത് നീ ചുമ്മാ പറയുന്നു. എന്നാലും നീ മറക്കും. എല്ലാവരും ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എടുത്തു. ആയുധങ്ങളാ? ആ, പിള്ളാരെ കയ്യിൽ ഇതുപോലെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടേ. രൂപ 1 2 അല്ല. നേരാ, കാലം വല്ലാത്തതാ. തോക്കുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു മനസ്സമാധാനം. കൊള്ളാവുന്ന തസ്കരന്മാര് വന്നാ തോക്കാവന്മാര് കൊണ്ടുപോകും. Come on children, take the bags. We are moving. Thank you for everything. വീണ്ടും കാണാം. ഈപ്പച്ച, താനും പാടൂ. ഞാൻ എന്തിനാ വരണേ? എനിക്ക് പിന്നെ ഇവിടെ എന്താ കാര്യം? ഇന്ന് എന്നെ കൊണ്ടോണോ ഇത് മുഴുവനും? താൻ പാടൂ. എവിടേക്ക്? സിനിമ കാണാൻ. ഇതേ തിരികെ എടുത്ത് ഫയർ ചെയ്യാൻ എനിക്ക് 1.5 സെക്കൻഡ് മതി. ഐ എം എ ട്രെയിൻഡ് ക്രിമിനൽ. ഇപ്പ നിനക്ക് വെള്ളമറ്റോ കുടിക്കണോ? വേണ്ട. വേണ്ടേ? അപ്പൊ നിങ്ങൾ വിട്ടോ. നമ്മളെങ്ങോട്ടാ? തന്റെ കോർപ്പറേറ്റ് ഓഫീസിലോട്ട്. അതാ സക്കീർ അല്ലേ? അതെ. അപ്പൊ എന്നെ തൊലയ്ക്കാൻ തന്നെ പരിപാടിയില്ലേ? പിന്നല്ലാതെ. ബാക്കിൽ വണ്ടിയിലുണ്ട്. നേരം കുറെ ആയാലോടാ. ഇത് ഇട മണി 12:30 സക്കീറിനെ കാണുന്നില്ല, അവൻ്റെ അപ്പനെയും കാണുന്നില്ല. പീറ്റപ്പാ, എനിക്ക് 2 അടിക്കണം. ഇടാ, എൻ്റെ കൈ വിറക്കി നിന്ന്. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനൊരു 15 മിനിറ്റ് കൂടെ നോക്കും. എന്നിട്ടും വന്നില്ലെങ്കിൽ വരണവരെ നോക്കും. Yes, here comes Sakir. എടാ, ഒപ്പെങ്കിൽ ഒപ്പ്. എന്ത് കോപ്പാണെങ്കിലും ഇവൻ വന്ന ഉടനെ പെട്ടെന്ന് പണി തീർത്തേക്കണം. ചുമ്മാ കാണാ ഗുണ ബോംബെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കരുത്. Hi, good morning, friends. Good morning. Yeah, good morning with the late fee. Good morning. Please. Thank you. Late ആയത് സത്യം പറഞ്ഞ എൻ്റെ കുഴപ്പം കൊണ്ടല്ല. It's because of your father. My father? Yeah, അതല്ലേ തമാശ. ഞാനും എൻ്റെ ഫാദറും കൂടി ബാങ്കിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ഫാദർ അവിടെ നിൽക്കുന്നു. ഏത് ബാങ്കില്? ഓറിയന്റൽ സെൻട്രൽ ബാങ്ക്. അവിടെ എത്തിയപ്പോഴല്ലേ തമാശ. ഈപ്പൻ സാറും എൻ്റെ ഫാദറും തിക് ഫ്രണ്ട്സ്. പഴയ ബോംബെ കണക്ഷൻസ്. എന്നിട്ട് അവരെവിടെ? അവരെപ്പോഴേ പോന്നു. ഈപ്പൻ സാറിൻ്റെ റൂമിൽ കാണും.
ചിരിച്ചത് മതി വലിയ ബലം കൊടുക്കണ്ട. പ്ലസന്റ് ആയിട്ട് ഞാൻ പറയുന്നവங்க കേട്ടാ മതി. പാവം പീറ്റർ, അവൻ അറിയുന്നുണ്ടോ അവന്റെ മുമ്പിൽ ഇരിക്കുന്ന സാക്രറി ആരാണെന്ന്? അവൻ അണ്ടർവേൾഡ് അല്ല, ബാഹർ വേൾഡ്. ബോംബെയിൽ ഹൈ സ്റ്റേക്കിന് കളി കളിക്കുന്ന 5 സ്റ്റാർ വാടകയുണ്ട്. അവന്റെ കയ്യിലിരിക്കുന്ന സൂട്ട് കേസ് ശ്രദ്ധിച്ചോ? അതിൽ പണമല്ല, ഇതുപോലുള്ള 4 കോർപ്പറേറ്റ് ഓഫീസുകളെ ഒന്നിച്ച് തകർക്കാൻ ശക്തിയുള്ള ബോംബ. ജെലാറ്റിൻ സ്റ്റിക്സ്. ഒരു ചെറിയ മോട്ടിവേഷൻ മതി. അറക്കളമ്പീലിയുടെ കൊച്ചുവും പക്ഷേ വാക്ക് തെറ്റിക്കല. ജീവൻ വിട്ടു ഒരു അപ്പനും മക്കൾക്കും, ജീവൻ മാത്രം. ഫാക്ടറി ഇതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് വിട്ടുകൊടുക്കണം. കൊല്ലങ്കോട്ടുള്ള ആ നെയ്ത്തുകാലത്ത് ആ മറന്നു കാണും. ഈപ്പച്ച, ഈ കാലചക്രത്തിന്റെ റൊട്ടേഷൻ പാറ്റേൺ ഒന്ന് വേറെ തന്നെയാണ്. അതിപ്പോ ആ നെയ്ത്തുകാർക്ക് അനുകൂലമായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനോ താനോ വിചാരിച്ച അത് പിടിച്ചു നിർത്താൻ ഒക്കുകയല്ല. വേണമെങ്കിൽ ലേശം സ്പീഡ് കൂട്ടിവിടാം. അതുകൊണ്ട് താൻ ആ ഇന്റർകോം എടുത്ത് പീറ്ററിനെ ഒന്ന് വിളിക്കും. ഒരു ചെറിയ നാടകം കളിക്കാനുണ്ട്. ക്ലൈമാക്സ് ലീഡാ, ചെല്ല്. ഫോൺ എന്താപ്പാ? ആ ആ ആ ആ ശരി. പിന്നെപ്പാ, നീ ആ ഫാക്ടറിയുടെ സെയിൽ ഡീഡ് ഇങ്ങോട്ട് ഇട്. നമ്മൾ 3 പേരും ഇവിടെ ഒപ്പിട്ടേച്ച് ഇത് അങ്ങോട്ട് കൊണ്ടുചെല്ല. അപ്പൻ അവിടെ ഒപ്പിട്ടോളാവും. ഈ വയസ്സന്മാരുടെ ഓരോരോ നിർബന്ധങ്ങളെ. മൂപ്പര ഒപ്പിട്ടാലേ ഇത് രേഖയാകൂ. മൂപ്പരാണല്ലോ മാനേജിങ് ഡയറക്ടർ. ഇനിയിപ്പോ ഏതായാലും ഞാൻ തന്നെ ഇത് കൊണ്ടുപോയി അപ്പൻ്റെ കൈ കൊടുത്തിട്ട് വരാം. നേരെ അപ്പന്റെ റൂമിലേക്ക് പോകാവുള്ളേ. ഇടക്കേറി വീശി നാറ്റിക്കരുത്. ഡാടാ, അധികം വേണ്ട, ഒരു മയത്തിന്. നല്ല പാർട്ടിയാ. കക്ഷി നല്ല കീറല്ലേ? കൊള്ളാം. ഇവിടെയുള്ള സകല ബാത്റൂമിലും പുള്ളിക്കാരൻ സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഏടോ, താൻ എന്നതായി കാണിക്കുന്നത്? അവന്മാരവിടെ നോക്കുമ്പോൾ താൻ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്ഞ്ഞോണ്ടിരിക്കുന്നു. ഇതൊരുമാതിരി പന്നിയലി കപ്പച്ചോട് മാറുന്ന മാതിരി. ഓ, എന്തൊരു മനുഷ്യൻ! ഇവിടെ എന്ത് സ്റ്റൈലായി ഇറങ്ങിപ്പോയ ആളാ. വിത്തിൻ 2 minutes ഹീസ് ഔട്ട്. മനുഷ്യന്റെ കാര്യം അത്രേ ഉള്ളൂ. കുടുംബത്തെ നാറ്റിക്കാനുണ്ടായ അലവലാതി. ഉയ്യോ, എന്നാ മണവാടോ! തന്റെ ചെറുക്കൻ മഹാ വെള്ളമാണല്ലേ. അത് കൊള്ളാവുന്ന വല്ലതുമാണോ വലിച്ചു കയറ്റിരിക്കുന്നത്? കൊട്ടുപടിയല്ലേ? അതെങ്ങനാ തന്റെ അല്ലേ മകൻ? അതൊക്കെ പോട്ടെ. താനേ ദാ ഇതേലും ഒപ്പിട്ടെ. ഒപ്പിട്. കൊള്ളാം. സോ ഫാർ സോ ഗുഡ്. താങ്ക്സ്. ഇനി പീറ്ററിനെ ഒന്നുകൂടെ വിളിക്കുക. സക്കീറിനോട് ഇങ്ങോട്ട് വരാൻ പറയും, ഒറ്റയ്ക്ക്. അപ്പാ, അവന്റെ പെട്ടിൽ കാശ് എത്രയുണ്ട്? 3 ഉണ്ടെന്നാ പറഞ്ഞേ. എന്നാ ആകെ അത്രേ ഉള്ളൂ. അവന്റെ അപ്പന്റെ കയ്യിൽ കാലണിയില്ല. പഴയ ബന്ധം പറഞ്ഞ് എന്നോട് കടം പറയാൻ വന്നതാ. നീ ആ ചെറുക്കൻ ഇങ്ങോട്ട് പറഞ്ഞയക്കി ഒറ്റയ്ക്ക്. ഞാൻ നല്ല വാക്ക് പറഞ്ഞ് ഇവന്മാരെ ഒഴിവാക്കിക്കോളാം. ശരിയപ്പാ. മിസ്റ്റർ സക്കീർ അലി, നിങ്ങളോട് അപ്പന്റെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ ഗായ്സ്. ഫോൺ എവിടെ? ഓക്കെ. എടാ പീറ്ററെ, ജോണി ഓടി വാടാ. എടാ, ഉമാരൊക്കെ ചതിയന്മാരാ. സക്കീറും അവന്റെ അപ്പനും എല്ലാം ചതിയന്മാരാ. എടാ, നമ്മുടെ അപ്പനെ ഉമാര് തോക്കിന്റെ മുനയിൽ നിർത്തിയിരിക്കുക. അയ്യോ, കള്ളൻ എന്റെ എല്ലാം കൊണ്ടുപോയേ. കള്ളൻ പൂശാനുണ്ടോ?
മടി വിട്, അപ്പാപ്പം പോട്ടെ മകനെ. നീ പോക്കോ. എന്താ മകനെ ഇത്? എവിടെ പോണു? എവിടെ പോ? കളിക്കല്ലേടാ.